വരുന്ന നവംബർ 1 കേരള പിറവി ദിനത്തില് ഒരു വമ്പൻ പ്രഖ്യാപനം നടക്കാൻ പോകുന്നത് അറിഞ്ഞായിരുന്നോ? അതായത് രാജ്യത്ത് ആദ്യമായിട്ട് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറുകയാണ്. ഒക്ടോബർ 30, 31 തീയതികളിലൊക്കെ 2 or 3 അതിദരിദ്രന്മാർ അവിടെ ഇവിടെയൊക്കെ കണ്ടേക്കാം. പക്ഷെ 1 നേരം വിളിക്കുന്നതോടെ കേരളത്തിൽ പിന്നെ ഒറ്റ അതിദരിദ്രർ ഉണ്ടാവില്ല. നമ്മൾ ഈ സാക്ഷരതയുടെ കാര്യത്തിലൊക്കെ പറയുമല്ലോ, എല്ലാവരും സാക്ഷരത നേടിയ സംസ്ഥാനം എന്നൊക്കെ. നമ്മൾ ആദ്യം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് കേരളത്തിൽ എല്ലാവരും എഴുതാനും വായിക്കാനും പഠിച്ചു എന്നൊക്കെ പറയുന്നത് പോരാ. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, അഭിമാനകരമായ ഒരു പദ്ധതിയാണ്. അല്ലെങ്കിൽ ഈ നവംബർ 1 എന്ന് പറയുന്നത് നമുക്ക് എന്നും ഓർത്തിരിക്കാവുന്ന അഭിമാനം തരുന്ന ഒരു ദിവസമായിരിക്കും. അതായത് ഒരൊറ്റ അതിദരിദ്രൻ പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാലേ കേരളം എത്ര വളർന്നു. അതല്ലെങ്കിൽ കഴിഞ്ഞ 9 വർഷം കൊണ്ടാണ് കേട്ടോ ഈ അതിദരിദ്രരൊക്കെ ഇല്ലാതായത്. എന്തായാലും നമുക്ക് അഭിമാനകരമായ ഒന്ന് തന്നെയാ. നമ്മൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ, റോഡിലേക്ക് ഇറങ്ങുമ്പോഴേ, അവിടെ അതിദരിദ്രരായ ചില ആളുകളുടെ സങ്കട കാഴ്ച അതില്ലാതാകുമല്ലോ. അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ വിഷമമായിരുന്നു. ഇനിയും അത്തരത്തിലൊരു കാഴ്ച, അതായത് നമ്മുടെ തെരുവിൽ രാത്രിയിൽ കിടന്നുറങ്ങുന്നവര്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നവര്, അല്ലെങ്കിൽ ചായക്കടകളുടെയും ഭക്ഷണക്കടകളുടെയും പോയി കാത്തുകെട്ടി നിൽക്കുന്നവർ, അവരെ ഒന്നും ഇനി നമുക്ക് കാണാൻ പറ്റത്തില്ല. അവരൊക്കെ ഇനി ദരിദ്രരാകും. ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന് പറയുന്നില്ല, പ്രത്യേകം ശ്രദ്ധിച്ചോണം. നാളെ വെറുതെ പിണറായി വിജയനെയും കൂട്ടി കുറ്റം പറയാൻ പറ്റരുത്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം, അതാണ് നമ്മുടെ സങ്കല്പത്തിലുള്ള കേരളം. ഈ പ്രഖ്യാപന ചടങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം പങ്കെടുക്കുന്നത് 3 സൂപ്പർ സ്റ്റാറുകളാണ്. തമിഴ്നാട്ടിൽ നിന്ന് കമലഹാസൻ, കേരളത്തിൽ നിന്ന് മമ്മൂട്ടി, മോഹൻലാൽ. ഇവരുടെ സാന്നിധ്യത്തിലാണ് നമ്മുടെ കൊച്ചു കേരളം അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് മാറുന്നത്. ഇതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാലേ, ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിക്ക് വിശ്വാസമുള്ള ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ. അത് സിനിമക്കാരാണ്, ചലച്ചിത്ര താരങ്ങളാണ്. അവരെ നല്ല വിശ്വാസമാണ്. മൂലധനത്തിലോ കാറൽ മാർക്സിലോ എംഗൽസിലോ സ്വന്തം പാർട്ടിയായ CPM-ലോ അതിന്റെ കേന്ദ്ര സംസ്ഥാന നേതാക്കളിലോ അണികളിലോ സഖാക്കള് പ്രവർത്തകര്, അവരാണല്ലോ പാർട്ടിയെ നിലനിർത്തുന്നത്, അവരിലോ ഇത്രയും കാലം ഈ പാർട്ടിയെ താങ്ങിക്കൊണ്ട് നടന്ന പുരോഗമന കലാസാഹിത്യ സിംഹങ്ങളോടോ ആരോടും ഇപ്പം നമ്മുടെ പിണറായി വിജയന് ഒരു വിശ്വാസമില്ല. അദ്ദേഹത്തിന് വിശ്വാസം ഇപ്പോ ചലച്ചിത്ര താരങ്ങളെയാണ്, ഒപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും. മറ്റാരെയും അദ്ദേഹം വിശ്വസിക്കുന്നില്ല. നമ്മുടെ കേരളത്തിലെ അതിദരിദ്രരില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെറുതെ അങ്ങ് പറഞ്ഞാല് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കണ്ടായോ? അതിനാണ്, അതൊന്ന് എൻഡോഴ്സ് ചെയ്യാനാണ് നമ്മൾ ഈ 3 പ്രമുഖരായ ചലച്ചിത്ര താരങ്ങളെ കൊണ്ടുവരുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞാൽ വിശ്വസിക്കില്ല, നാട്ടുകാര് അത് കണക്കിലെടുക്കുകയില്ല, കാര്യമായിട്ട് എടുക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം, പാർട്ടിക്കും അറിയാം, ഗവൺമെന്റിനും അറിയാം. അതിന് സിനിമാ താരങ്ങളെ കൊണ്ടുവരിക. അവര് പറഞ്ഞാല് ചിലപ്പോൾ ജനങ്ങള് കേട്ടേക്കും. അത് മാത്രമല്ല കാര്യം, ഇതൊരു വലിയ ചടങ്ങാ. ഈ ഗവൺമെന്റിന്റെ അവസാന നാളുകളിലെ ഏറ്റവും വലിയൊരു ചടങ്ങായിട്ട് സംഘടിപ്പിക്കുക. അതിന് ആള് വരണ്ടായോ? അതിപ്പോ പിണറായി വിജയനെ കാണാൻ ആരെങ്കിലും വരുമോ? അല്ലെങ്കിൽ ഈ മന്ത്രിസഭയിലെ അംഗങ്ങളെ കാണാൻ ഏതെങ്കിലും ഒരാൾ വരുമോ? ആളെ കൂട്ടുന്നതിനും ഈ സിനിമാ താരങ്ങളുടെ സാന്നിധ്യം വേണം. അതിനൊരു 1 ഉദാഹരണം പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമമാണ്. അവിടെ ആരെങ്കിലും വന്നു? വലിയ സംഭവമായിട്ട് നടത്തിയതാ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയതാ. വലിയ സദ്യയൊക്കെ ഉണ്ടാക്കി കാത്തിരുന്നു, പക്ഷെ ആരും വന്നില്ല. ചില്ലറ പാർട്ടിക്കാരും പിന്നെ അത്യാവശ്യം കുറച്ച് ആളുകളും അല്ലാതെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി പോലുമില്ല. അപ്പോഴേ കാര്യം മനസ്സിലാക്കിയതാ, ഇനി ഈ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പരിപാടി നടത്തണമെങ്കിൽ, അത് ആളുകളുടെ സാന്നിധ്യത്തിൽ നടത്തണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഏർപ്പാട് ആലോചിക്കണമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഈ 3 പ്രധാന സിനിമാ താരങ്ങളെ, ചലച്ചിത്ര താരങ്ങളെ കൊണ്ടുവരുന്നതിന് തീരുമാനിച്ചത്. കേരളത്തിൽ മാത്രമല്ല ഇത്, പുറത്തോട്ട് പോയാലും ഇതാ സ്ഥിതി. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ബഹ്റിനിൽ പോയി, അവിടെ വലിയ സംഭവമാണെന്നാ പറഞ്ഞത്. ബഹ്റിൻ രാജകുടുംബം ക്ഷണിച്ചെന്നോ രാജാവ് ക്ഷണിച്ചെന്നോ ഒക്കെ ആരൊക്കെയോ തള്ളുന്നത് കേട്ടു. ക്ഷണിച്ചതാണോ എന്ന് അറിയത്തില്ല, ക്ഷണിച്ചിട്ടുണ്ടാവും, അതൊന്നും നമ്മുടെ വിഷയമല്ല. അവിടെ വലിയൊരു പൊതുയോഗം നടന്നു കേട്ടോ, വലിയ സംഭവമായിട്ട് നടത്തിയതാ. പക്ഷേ നിറയെ ആളില്ല കസേരകളായിരുന്നു. അതിന്റെ ഒരു വിഷ്വല് കാണാൻ പറ്റി. അദ്ദേഹം പറയുന്നത് ഈ ഹോളിലുള്ളതിന്റെ 2 ഇരട്ടി ആളുകള് ഇതിന് പുറത്തുണ്ടെന്നാണ് ശ്രീ യൂസഫ് അലി എന്നോട് പറഞ്ഞത്. പക്ഷേ 2 ഇരട്ടിയല്ല, അതിനേക്കാൾ കൂടുതൽ ഇരട്ടി ആളുകൾ പുറത്തു നിൽക്കുകയാണ് എന്ന് എനിക്കറിയാം എന്ന്. എന്തു ചെയ്യാനാ, നമ്മൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങില് ആളുണ്ടെന്ന് നമ്മൾ തന്നെ
പറയേണ്ടി വരിക. കോഴിക്കോട്ട് ആണ്ടി എന്ന് പറയുന്ന ഒരു കളിക്കാരൻ, ഫുട്ബോൾ കളിക്കാരനുണ്ടായിരുന്നു. നല്ല കളിക്കാരനായിരുന്നു, നല്ല ഡിഫൻസിലാ, നല്ല കളിക്കാരനാ. അപ്പൊ അദ്ദേഹം എപ്പോഴും പറയാമായിരുന്നു, പാസ് എന്ന് പറഞ്ഞാൽ ആണ്ടിയുടെ പാസ്സാ. ആരാ പറയുന്നത്? ആണ്ടി തന്നെയാ പറയുന്നത്. ആണ്ടിയുടെ പാസ്സാണ് ഏറ്റവും ഗംഭീരമെന്ന്. അതുപോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചടങ്ങിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞത്. കേരളത്തിനകത്താണേലും പുറത്താണേലും ഇതാ സ്തുതിയെങ്കിൽ നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആള് വരണമല്ലോ. അത് മാത്രമല്ല, അവിടെ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുകയും വേണം. അതുകൊണ്ടാണ് മമ്മൂട്ടി, മോഹൻലാല്, അതുപോലെ തന്നെ കമലഹാസൻ ഇനി 3 പേരെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. കമലഹാസൻ പണ്ടേ പിണറായിയുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലാ, ഒരു ഇടതുപക്ഷ അനുഭാവിയ. CPM അല്ല, അദ്ദേഹം വേറെന്തോ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനവിടെ ക്ലച്ച് പിടിക്കാനൊന്നും സാധിച്ചില്ല. പക്ഷേ ഒരു അനുഭാവം ഇടതുപക്ഷത്തിനോടാ, പ്രത്യേകിച്ച് പിണറായിയോട് വലിയ സ്നേഹമാണ്. നമ്മുടെ പിണറായിയെ കുറിച്ചൊരു ഡോക്യുമെന്ററി ഇറക്കിയായിരുന്നല്ലോ, ദ ലെജൻഡ്, ഇതിഹാസം. അതിന്റെ റിലീസിങ്ങിന് അദ്ദേഹം റിലീസ് ചെയ്തത്. ഈ ഡോക്യുമെന്ററി എന്ന് പറഞ്ഞാലേ അതിന്റെ മുഴുവൻ ഓരോ ഫ്രെയിമിലും പിണറായി വിജയനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകളായിരുന്നു. അത് റിലീസ് ചെയ്തുകൊണ്ടേ നമ്മുടെ ഉലക നായകൻ കമലഹാസൻ എന്താ പറഞ്ഞതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അദ്ദേഹം പറഞ്ഞത്, തനിക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ സ്തുതിപാഠകർക്ക് വേണ്ടി ചെയ്യുന്ന ആളല്ല ശ്രീ പിണറായി വിജയൻ എന്ന്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ഡോക്യുമെന്ററി കാണുന്നതിന് മുമ്പായിരിക്കും ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ കമലഹാസനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ മമ്മൂട്ടിയാണ്. മമ്മൂട്ടി പിണറായിയുമായിട്ട് വളരെ അടുത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളാ. അദ്ദേഹത്തിന് ഒരു അനുഭാവം CPM-നോടാ. കൈരളി ചാനലിന്റെ ചെയർമാനൊക്കെയാ. അങ്ങനെ ചില ബന്ധങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നതുകൊണ്ട് ചില പരിപാടികളിൽ അദ്ദേഹത്തിനെ വിളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ വളരെ പ്രധാനപ്പെട്ട ചടങ്ങിന് മമ്മൂട്ടിയെ കൂടെ ക്ഷണിച്ചിരിക്കുക. പിന്നെ മോഹൻലാല് ഇതുപോലെ സർക്കാരിന്റെ പരിപാടിക്ക് ക്ഷണിച്ചാൽ വരുമോ എന്ന് സംശയമുള്ളത് കൊണ്ടായിരിക്കണം സർക്കാർ എന്തുവാ ചെയ്തത്. അദ്ദേഹം വരാതെ നടക്കില്ല എന്നുള്ള ഒരു പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. അതായത് മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കിട്ടിയതിൽ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്ന ചടങ്ങ് അത് സർക്കാരങ്ങ് സംഘടിപ്പിച്ചു. അങ്ങനത്തെ പതിവുകളൊന്നുമില്ല. ഇവിടെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഇങ്ങനെയൊക്കെ പല പല ബഹുമതികൾ കിട്ടിയവരുണ്ട്, ഫാൽക്കെ അവാർഡ് കിട്ടിയവരുണ്ട്. അവർക്കൊന്നും അങ്ങനെ സ്വീകരണം കൊടുത്ത ചരിത്രവും കഥയൊന്നുമില്ല. പക്ഷേ തെറ്റൊന്നുമില്ല കേട്ടോ. നമ്മുടെ മോഹൻലാലിനെ വലിയൊരു ജനവിഭാഗം ആരാധിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്ത തെറ്റൊന്നുമില്ല. സ്വീകരണം കൊടുത്തു, വന്നു. അപ്പൊ പിന്നെ ഇതിന് വിളിച്ചാൽ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? സർക്കാരിന്റെ ഒരു അഭിമാന പദ്ധതിയാണല്ലോ. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ മലയാളികൾ, കേരളീയർ എന്ന നിലയിൽ അവർക്കും അഭിമാനം തോന്നാവുന്ന ഒരു കാര്യമാണ്. ഇതിനകത്തൊരു അല്പം കച്ചവടക്കണ്ണും ഉണ്ടെന്നാണ് തോന്നുന്നത്. അതായത് സർക്കാരിന്റെ പല പരിപാടികൾക്ക് പലരെയും ബ്രാൻഡ് അംബാസഡർമാര് ആക്കാറുണ്ട്. ചില നടികളെ, നടന്മാരെ ബ്രാൻഡ് അംബാസഡർമാരാക്കും. അതൊരു നല്ല പരിപാടിയാണ്. പക്ഷെ വെറുതെ ആരും ബ്രാൻഡ് അംബാസഡർ ആകാൻ പറ്റത്തില്ല. എണ്ണിക്കൊടുക്കണം തമ്പിടി. ചെമ്പ് അവർ പറയുന്ന പോലെ എണ്ണിക്കൊടുത്താലേ വരത്തുള്ളൂ. ഇതിന്റെ ആവശ്യമില്ല. ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി. ഇപ്പൊ ഒരു അവാർഡ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ സർക്കാരിന്റെ വാർഷികം, സർക്കാരിന്റെ മറ്റൊരു ഏതെങ്കിലും പരിപാടി, അതിനൊക്കെ വിളിക്കുമ്പോൾ വരും, വരാതിരിക്കത്തില്ല. കാരണം നമ്മുടെ ഗവൺമെന്റ് അല്ലയോ, നമ്മുടെ സംസ്ഥാനത്തിന്റെ സർക്കാർ എന്ന് പറയുമ്പോഴേ വിളിക്കുമ്പോൾ വരണമല്ലോ. അവർക്കൊക്കെ അത്തരത്തിലുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് വരും. പക്ഷെ ബ്രാൻഡ് അംബാസഡർ ഒന്നും ആക്കണ്ട. ആ വഴിക്കുള്ള പൈസ ലാഭം. ഈ സിനിമാക്കാരെ വിശ്വസിക്കുന്നതിലും ഇത്തരം പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നതിലും തെറ്റൊന്നുമില്ല കേട്ടോ. എന്തുകൊണ്ടാണ് അത്? മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോഴ് ക്രെഡിബിലിറ്റി അഥവാ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു കൂട്ടര് സിനിമക്കാരാണെന്നുള്ളത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സിനിമ താരങ്ങള്. അത് എന്തുകൊണ്ടാ? അവർക്ക് ഒരു കാര്യം അറിയാം. അവരുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ അടിത്തറ എന്ന് പറയുന്നത് അവരുടെ സിനിമകൾ കാണാൻ വരുന്ന പ്രേക്ഷകരാണ്. അവരാ പ്രേക്ഷകർക്ക് വലിയ വിലയാണ് കൽപ്പിക്കുന്നത്. അവരോട് ദാർഢ്യം കാണിക്കാൻ പോകാറില്ല. അതുകൊണ്ട് ഈ താരങ്ങൾക്കൊക്കെ ക്രെഡിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് പിണറായി വിജയനെ പോലെ ഒരാൾക്ക് പോലും, താനല്ലാതെ മറ്റൊന്നിനെയും അംഗീകരിക്കുന്ന ഒരാളല്ലല്ലോ നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് പോലും മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കമലഹാസനെയും ഒക്കെ ഈ ചടങ്ങിലേക്ക് അവർ വളരെ അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷണിക്കേണ്ടി വരുന്നത്. ഈ കുറെ കാലത്തെ സർവേ ഒക്കെ നടത്തിയിട്ടാണ് ഈ അതിദരിദ്രരെ കണ്ടുപിടിച്ചത് കേട്ടോ. ആദ്യത്തെ സർവേയില് 64,006 പേരെയാണ് അതിദരിദ്രരായിട്ട് കണ്ടെത്തിയത്. കുറെ കഴിഞ്ഞ് ഒരു രണ്ടാമത്തെ സർവേ നടന്നപ്പോഴേക്ക് അത് 59,277 പേരായിട്ട് കുറഞ്ഞു. അതിലൊരാൾ കൂടത്തില്ല, അതിലൊരാള് കുറയത്തില്ല. ഉറപ്പാ നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും ആളുകളാണ്
അതിദരിദ്രരായിട്ട് ഉണ്ടായിരുന്നത്. നേരത്തെ 64,006 പേരെയാണ് കണ്ടുപിടിച്ചത്. ഇതിൽ ബാക്കിയുള്ള ആളുകൾ സർക്കാരിന്റെ യാതൊരു ഇടപെടലും കൂടാതെ പെട്ടെന്ന് ഈ പട്ടിക ചാടിക്കടന്ന് ദരിദ്ര വിഭാഗത്തിലേക്ക് അങ്ങ് മാറി. അതിദരിദ്രർ എന്നുള്ള വിഭാഗത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. ബാക്കി വന്നതാണ് ഈ 59,277 പേര്. ഇതിനിടയില് 261 നാടോടി കുടുംബങ്ങൾ, അവരെയും കേരളത്തിൽ കണ്ടതാ, അതിദരിദ്രരായിരുന്നു. രണ്ടാമത്തെ സർവേയിൽ അവരെ പിന്നെ കാണാൻ പറ്റിയില്ല. അവരെവിടെ പോയി മറിഞ്ഞെന്ന് അറിഞ്ഞുകൂടാ. 261 നാടോടി കുടുംബങ്ങൾ, അതിപ്പോ വലിയൊരു തലവേദനയായിട്ട് മാറിയിരിക്കുക. ഇപ്പൊ നമ്മുടെ അതിർത്തിയിൽ ഉടനീളം പ്രത്യേക കാവൽ ഏർപ്പെടുത്തിയിരിക്കുക. ഈ നാടോടി കുടുംബങ്ങൾ ഇനി കേരളത്തിലേക്ക് തിരികെ പ്രവേശിക്കാൻ പാടില്ല. കാരണം അവരിലാരെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ നമ്മുടെ ഈ പദവി അങ്ങ് പോകും. 261 പേര്, ഒരു 10 നാടോടി കുടുംബങ്ങൾ തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സ്ഥിതി? അതിദരിദ്രരായ ഒരു 10 കുടുംബങ്ങൾ കൂടെ ഇവിടെ ബാക്കിയാവും. അത് സമ്മതിക്കാൻ പാടില്ല. അതുകൊണ്ട് അതിർത്തിയിലുടനീളം പ്രത്യേക കാവല് ഏർപ്പെടുത്തുകയാണ്. പക്ഷെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒരു അപേക്ഷയുണ്ട്. നമ്മൾ ഈ അതിദരിദ്രരോട് കാണിക്കുന്ന സ്നേഹ വായ്പ അത് വേണം, നിർബന്ധമായിട്ടും വേണം, അഭിനന്ദനാർഹമായ കാര്യമാണ്. പക്ഷെ ആ സ്നേഹ വായ്പിന്റെ ഒരു അംശം നമ്മുടെ മുന്നണിയിലെ ഘടകകക്ഷിയായ CPIയോട് എന്തുകൊണ്ടാണ് കാണിക്കാത്തത്? അവരിപ്പോ ഈ PM ശ്രീ പദ്ധതി നമ്മൾ 2-3 ദിവസമായിട്ട് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തതാ. സഖാവെ, അവര് പറയുന്നതിൽ എന്താ തെറ്റ്? അവരല്ലയോ ശരി? അതായത് BJP ആവിഷ്കരിച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നല്ല. നമുക്കെന്ന് പറഞ്ഞാല് ഒരു മതനിരപേക്ഷ സർക്കാരിന്, ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു ഗവൺമെന്റിന് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം. അത് പൂർണ്ണമായിട്ട് നടപ്പാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ PM ശ്രീയുടെ പൈസ കിട്ടത്തുള്ളൂ. ഒരു ഒപ്പിട്ടിട്ട് കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം നടപ്പാക്കിയിട്ടും കാര്യമില്ല. അവർ നിർദ്ദേശിക്കുന്ന ആ ചട്ടക്കൂടുകൾ മുഴുവൻ നമ്മൾ നടപ്പാക്കണം. അത് ഒരു ഇടതുപക്ഷ സർക്കാരിന് സാധിക്കുമോ? സ്റ്റാലിനൊക്കെ കേസ് കൊടുത്തിരിക്കുക തമിഴ്നാട്ടിലെ. CPMന്റെ അകത്തുള്ള ഒരു സർക്കാരിന് സാധിക്കുന്ന കാര്യമല്ലത്. അതുകൊണ്ടാണ് CPI പറഞ്ഞത് ഒപ്പിടരുത് ഒപ്പിടരുത് എന്ന് പറയുന്നത്. 4 കാശിന് വേണ്ടി നമ്മുടെ ആദർശങ്ങൾ കളഞ്ഞു കുളിക്കരുത് എന്ന് പറയുന്നത് അതിനു വേണ്ടിയാ. ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ നമ്മുടെ K രാജൻ സഖാവ്, റവന്യൂ മന്ത്രി, ഇക്കാര്യം ഉന്നയിച്ചു. ഒന്നും മൈൻഡ് ചെയ്തു പോലും ഇല്ല. വിനയവിഷം പുറത്ത് പൊതുരംഗത്ത് അത് പറഞ്ഞു, നമുക്ക് നടപ്പാക്കാൻ പാടില്ല. എന്നിട്ടും എന്താണ് സഖാവേ ഒരു ചെറിയ പരിഗണന പോലും CPIക്ക് കൊടുക്കാത്തത്? അവരെന്തെങ്കിലും നടക്കാനും നടപ്പാക്കാനും പറ്റാത്തതാ പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അവര് പറഞ്ഞതല്ലയോ ശരി? നമ്മുടെ ഗോവിന്ദൻ മാഷ് അവരെ പറ്റി എന്തുവാ പറഞ്ഞത്? എന്ത് CPI എന്ന് പറഞ്ഞാല് CPM എന്ന് പറയുന്ന പാർട്ടി CPIയുടെ ഒരു അസ്തിത്വം പോലും അംഗീകരിക്കുന്നില്ലെന്ന്. അങ്ങനെ ഒരു പാർട്ടി കേരളത്തിൽ ഉണ്ട് എന്ന് പോലും അംഗീകരിക്കാൻ തയ്യാറല്ലെന്നല്ലേ ആ ഒരു ഒറ്റ ചോദ്യത്തിന്റെ 2 വാക്കുകളുടെ അർത്ഥം? കൂടുതലൊന്നും പറഞ്ഞില്ല. എന്ത് CPI, എന്തോന്ന് CPI? എന്റെ സഖാവേ, ഇതിൽ പരം CPI അവമാനിക്കാനുണ്ടോ? ഇങ്ങനെ ചെയ്യാമോ? അവരും കമ്മ്യൂണിസ്റ്റ് അല്ലേ? നിങ്ങൾ ഈ വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നല്ലാതെ അവരങ്ങനെ വലതുപക്ഷമൊന്നും അല്ലല്ലോ. അവരും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിട്ടല്ലയോ നിൽക്കുന്നത്? മുന്നണിയിലെ അംഗമല്ലയോ? 2-3 മന്ത്രിമാരില്ലയോ ഈ സർക്കാരില്? ഒരു ചെറിയ പരിഗണന, മുന്നണിയിലെ അതിദരിദ്രന്മാർക്കുള്ള ഒരു പരിഗണനയെങ്കിലും കൊടുക്കണ്ടേ? അത് ചെയ്യുന്നില്ല. കഴിഞ്ഞ 8 മാസമായിട്ട് സെക്രട്ടേറിയറ്റ് നടയില് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട കുറെ സ്ത്രീകളുണ്ട്, നമ്മുടെ ആശാ വർക്കർമാര്. അവരോട് എടുക്കുന്ന നിലപാട് ദയവ് ചെയ്ത് CPIയോട് എടുക്കരുത്. ആശാ വർക്കർമാർക്ക് 5 തൊട്ട് കൂട്ടിക്കൊടുക്കില്ല എന്ന് നമ്മുടെ പിണറായി വിജയൻ പ്രതിജ്ഞ എടുത്തിട്ടുള്ളതാണ്. ഭീഷ്മ പ്രതിജ്ഞ. SUCA എന്നും പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവരുടെ നേതൃത്വത്തിൽ ഈ ആശാ വർക്കർമാർ വന്നിട്ട് നമ്മളെ ചോദ്യം ചെയ്യുക, നമ്മളോട് ശമ്പളം കൂട്ടിത്തരണം, ഓണറേറിയം വർദ്ധിപ്പിച്ചു തരണമെന്ന് പറയുക. ഇത് ഏത് രാജ്യത്ത് നടപ്പുള്ളൊരു കാര്യമാണ്? CPM മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് SUCA എന്ന് പറയുന്ന ഒരു സംഘടന അവരുടെ നേതൃത്വത്തിൽ അംഗീകരിക്കുമോ? നിങ്ങൾ ഇനി എത്ര കാലം സമരം ചെയ്താലും ഒരാനുകൂല്യവും തരാൻ പോകുന്നില്ല. നമ്മുടെ CPMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ എത്ര കാലം സമരം ചെയ്താലും നിങ്ങൾക്ക് ഞങ്ങൾ ഇപ്പൊ തിരഞ്ഞെടുപ്പുള്ള സൗകര്യങ്ങളൊന്നും ഇടുക്കിയിലെ പൈനാവിലെ നേഴ്സിംഗ് കോളേജ് ചെയ്തു തരാൻ പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന കോളേജാ, വേണം ഞങ്ങളതങ്ങ് പൂട്ടും എന്ന് പറഞ്ഞതുപോലെ ആശാ വർക്കർമാരോട് വചിക്കുന്നത്. അവരോട് എടുക്കുന്ന സമീപനം ദയവ് ചെയ്ത് CPIക്കാരോട് കാണിക്കരുത്. ഇന്നലെ അവരുടെ എന്തൊക്കെ അതിക്രമങ്ങളാ സഖാവിന്റെ പോലീസ് ചെയ്തത്? അവരെ വലിച്ചിഴച്ചു. റോഡിലൂടെ ക്ലിഫ് ഹൗസ് മറിച്ചു നടത്താൻ പോയതാ. അവിടെ മൈക്ക് പിടിച്ച് വാങ്ങി അത് കഴിഞ്ഞ് പോലീസ് വാഹനത്തിന് മുമ്പിൽ കിടന്ന പാവപ്പെട്ട സ്ത്രീകളെ വലിച്ചഴിച്ചുകൊണ്ടാ മാറ്റിപ്പോയത്. എന്തിനാണ് അവരോട് ഇത്ര ക്രൂരത? ഈ കേരളത്തിലുള്ളവരല്ലേ, അവര് അതിദരിദ്രരല്ല, അത്യാവശ്യം ജീവിച്ചു പോകാൻ പാങ്ങുള്ളവരാ. അതുകൊണ്ട് അവരോട് ഈ ക്രൂരത കാണിക്കണോ ഈ ആശാ വർക്കർമാരോട്?
അവരോട് കാണിക്കുന്ന ക്രൂരത നമ്മൾ CPIയോട് കാണിക്കണം. ഒന്ന് ആലോചിക്കണം സഖാവേ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുക. അതിദരിദ്രരടക്കമുള്ള കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ പുറകെ വന്നോളും, അതോടെ നിൽക്കട്ടെ. ഈ തള്ളിനിടയ്ക്ക് ഒരല്പം യാഥാർത്ഥ്യബോധത്തോടു കൂടി ഒരു സമീപനം ഈ CPI ഉന്നയിക്കുന്ന PMCയുടെ കാര്യത്തിൽ, ആശാവർക്കർമാരെ പോലുള്ള ആളുകളുടെ സമരത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഈ ശബരിമല കൊള്ള ഒരു നിലപാടെടുക്കണ്ടേ? ഹൈക്കോടതി ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ഇപ്പൊ ഇത്രയൊക്കെ ആയത്? അല്ലെങ്കിൽ എന്തായിരുന്നേനെയും ശബരിമലയിൽ സംഭവിക്കുക? ശബരിമല അയ്യപ്പന്റെ വിഗ്രഹം പോലും ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോയേനെ. ഇനി തള്ളുകളുടെ കാലമായിരിക്കും കേട്ടോ. അതായത് നമ്മളിപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടുന്നു, 200 രൂപ കൂട്ടും. ചിലപ്പോൾ ഇനിയും ഒരു മാസം 2 തവണ വരാൻ പറ്റുമെന്ന് നോക്കും. അടുത്ത മാസങ്ങളിലെല്ലാം ഓരോ കിറ്റ് സൗജന്യമായിട്ട് നൽകും. പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ അവസാനത്തെ മാസം പൊന്നുകൊണ്ട് പുളിശ്ശേരി കാച്ചി തരികയും ചെയ്യും. അത് വാങ്ങിക്കഴിക്കാൻ പാത്രം മഴക്കി കാത്തിരുന്നോണം. ഇന്നലെ തന്നെ കണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രി 24/7 പരാതി അറിയിക്കാനുള്ള സെല്ല്. അത് തുടങ്ങിയിട്ട് കുറെ കാലമായി. വിളിച്ചാൽ ആരും വിളി കേൾക്കാനുണ്ടായിരുന്നില്ല. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അവിടെ ചെന്നിട്ട് ആളുകളെ വിളിച്ചു. അപ്പൊ കിട്ടി പരാതി പറയാനുള്ള സെല്ല്. മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നാണ് ഈ പരിപാടിയുടെ പേര്. അദ്ദേഹം പാലക്കാട് പ്ലാച്ചിക്കാട്ടിൽ P. രാമൻകുട്ടിയെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുക, കിട്ടിയ കടലാസ് ഉറപ്പ് തന്നെയാണല്ലോ രാമൻകുട്ടി? അന്ന് ചോദിച്ചപ്പോ നമ്മുടെ രാമൻകുട്ടി ആശ്വാസ നിശ്വാസം ഉതിർത്തു. അപ്പൊ അതങ്ങനെ ചാലുവായി. പക്ഷെ മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിനെ തള്ളുകെട്ടാല് ഇതിൽ ആദ്യത്തെ പരിപാടിയാണെന്നാ തോന്നുക. മുഖ്യമന്ത്രി 2011 സെപ്റ്റംബറിൽ, അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി, ഇതുപോലൊരു പരിപാടി നടത്തിയിരുന്നു. ഇതേപോലെ തന്നെ 24/7 മുഖ്യമന്ത്രി വെളിപ്പെടുത്തുന്നോ മറ്റോ ആയിരുന്നു അതിന്റെ പേര്. അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തെങ്കിലും അടിയന്തര കാര്യമാണെങ്കിൽ ഈ കോൾ സെന്ററിലേക്ക് വരുന്ന കോള് നേരെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക്, ബെഡ്റൂമിലേക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം ഓർമ്മിപ്പിച്ചേക്കാം. ആ സമയത്ത് തിരുവനന്തപുരം ശ്രീത്രയില് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു രോഗിയുടെ ഹൃദയം എറണാകുളത്ത് ലിസി ആശുപത്രിയിലെ ഒരു രോഗിക്ക് മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകണം. ഈ 24/7 കോൾ സെന്ററിലേക്കാണ് എറണാകുളത്ത് നിന്ന് കോള് വരുന്നത്. അത് നേരെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു. മുഖ്യമന്ത്രി 1-2 മണിയായപ്പോഴത്തേക്ക് പാഞ്ഞ് സെക്രട്ടറിയിലെത്തി. അവിടെ ഇരുന്നുകൊണ്ട് കോർഡിനേറ്റ് ചെയ്തു. ചീഫ് സെക്രട്ടറിയെയും വിളിച്ചു വരുത്തി. അവസാനം നേവൽ ബേസിൽ നിന്ന് ഹെലികോപ്റ്റർ വന്ന് ഈ ഹൃദയവുമായി എറണാകുളം ലിസി ആശുപത്രിയിലെത്തി ആ രോഗിയുടെ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചു. അങ്ങനെ ഒരു ചരിത്രമുണ്ട് ഈ കോൾ സെന്ററിന്. ഇതൊരു പുതിയ കാര്യമല്ല. തള്ളുമ്പോ ഒന്ന് സൂക്ഷിച്ച് തള്ളിയാൽ കൊള്ളാം. തള്ളുമ്പം 2-3 ചെറിയ കാര്യം കൊണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ നന്ന്. നമ്മുടെ സംസ്ഥാനത്തേക്ക് രാഷ്ട്രപതിയോ അതുപോലെ പ്രധാനമന്ത്രിയോ മറ്റോ വരുമ്പോഴേ പരാതിക്കിടയില്ലാതെ ആ സന്ദർശന പരിപാടിയൊന്നും നടത്താനുള്ള കഴിവെങ്കിലും സാമർഥ്യമെങ്കിലും ഈ ഗവൺമെന്റ് കാണിക്കണം. അല്ലെങ്കിൽ നാണക്കേട് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക്. നമ്മൾ ഈ ലോറിയും കാറും ബസ്സും ഒക്കെ തള്ളുന്ന കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഹെലികോപ്റ്റർ തള്ളി മാറ്റുന്ന രംഗം കാണേണ്ടി വന്നു. ഇന്ന് രാവിലെ പ്രമാണത്തിൽ നിന്ന് രാഷ്ട്രപതിയെ കൊണ്ടുവരുന്ന ഹെലികോപ്റ്റർ ഇറങ്ങാൻ ഇന്ന് അതിരാവിലെ ഹെലിപ്പാഡ് തയ്യാറാക്കിയാൽ നടക്കുമോ സർ? പ്രമാണത്തിൽ നിന്ന് 69 കിലോമീറ്റർ ഉണ്ട് പമ്പയിലേക്ക് റോഡ് മാർഗം. അങ്ങനെ ഒരു പ്ലാൻ ബിയെ കുറിച്ച് ആരും ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഒരു ട്രയൽ റൺ നടത്താതെ 69 കിലോമീറ്റർ ദൂരം നമ്മുടെ രാഷ്ട്രപതിയുമായിട്ട് പോയി യാത്ര ചെയ്തു. ഒന്നാലോചിച്ച് നോക്കിയേ. വേണമെങ്കിൽ ഇത് ഈ സർക്കാരിന്റെ 5 വർഷത്തെ ഭരണ വിജയങ്ങളിൽ ഒന്നായിട്ട് വേണമെങ്കിൽ എഴുതി ചേർക്കാം. ഇതൊക്കെ ആദ്യമായിട്ട് ഈ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അക്കൂട്ടത്തിൽ CPMന്റെ ഒരു MLA, ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറഞ്ഞു, ഹെലിപ്പാഡിലെ കോൺക്രീറ്റ് അല്പം താളാൽ എന്താ കുഴപ്പം? ഹെലികോപ്റ്റർ പറന്ന് മുകളിലോട്ടല്ലയോ പോകുന്നതെന്ന്. മുഖ്യമന്ത്രി ഈ 6-7 മാസം കൂടെ ഉള്ളെങ്കിലും ഈ ശാസ്ത്രജ്ഞനെ അങ്ങയുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവായിട്ട് നിയമിച്ചാൽ നന്നായിരിക്കും.